ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അതിരപ്പള്ളി റൂട്ടിന് സമീപത്തായുള്ള കോട്ട ഭാഗത്താണ്. ഇവിടെ ഒരുപാട് ഗജവീരന്മാരെ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ഫോർഹി ആർട്സ് ക്രിയേഷൻസ് എന്നാണ്. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു ഗജവീരനെയാണ്. അതുകൊണ്ട് ആദ്യം ഇവന്റെ വിശേഷങ്ങൾ തന്നെ നമുക്ക് നോക്കാം. സ്റ്റീൽ ഉപയോഗിച്ചാണ് ആനയുടെ ഫ്രെയിം രൂപകൽപ്പന ചെയ്യുന്നത്. തുടർന്ന് സ്പോഞ്ചും മെഷും ഉപയോഗിച്ചുകൊണ്ട് ശരീരം മൊത്തത്തിൽ ഷെയ്പ്പാക്കുന്നു. അവസാനം റബ്ബറിലാണ് ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യുന്നത്. കൊമ്പും നഖവുമെല്ലാം ഫൈബറിലാണ് ഒരുക്കിയിട്ടുള്ളത്. വാലിലും മറ്റു രോമഭാഗങ്ങളിലും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. തുമ്പിക്കൈ, ചെവി, കണ്ണ്, വാല് എന്നിവ അനങ്ങുന്നതിന് വേണ്ടി മോട്ടോറുകളാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം 5 DC മോട്ടോറുകളാണ് ഈ ആനയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. ആന മാത്രമല്ല, വേറെയും ഒരുപാട് അതിഥികളുണ്ട് ഇവിടെ കാണാനായിട്ട്. നമുക്ക് ഓരോന്നോരോന്നായി കണ്ടു നോക്കാം. 4 കൂട്ടുകാർ ചേർന്നാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ പ്രശാന്ത് ചേട്ടനും റോബിൻ ചേട്ടനും ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരിൽ നിന്ന് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഞങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പേര് ഫോർഹി ആർട്സ് ക്രിയേഷൻസ് എന്നാണ്. ഞങ്ങളിത് രജിസ്റ്റേർഡ് കമ്പനിയാണ്. ഓൾറെഡി ലൈസൻസും എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാ ലൈസൻസും ഉണ്ട്. അപ്പൊ എന്റെ പേര് പ്രശാന്ത്, ഇത് റോബിൻ, പിന്നെ ഒരു സാൻഡ് ഉണ്ട്, പിന്നെ ജിനേഷ്. അവരിപ്പോ വേറൊരു വർക്കിന്റെ കാര്യത്തിന് വേണ്ടിട്ട് പോയേക്കാണ്. അപ്പൊ ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. എത്ര നാളെ പ്രശാന്ത് തുടങ്ങിയിട്ടപ്പോ? ഞങ്ങളിപ്പോ ഈ കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം 5 കൊല്ലത്തോളായി. അതൊന്ന് വർക്കുകൾ ആർട്ട് തന്നെ എടുത്ത് ചെയ്തോണ്ടിരുന്നത്. കമ്പനിയായിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് 5 കൊല്ലം. ഓക്കെ, നമുക്കിവിടെ സെയിലുണ്ട്, അതുപോലെ റെന്റും ഉണ്ട് അല്ലേ? സെയിലും റെന്റും ഉണ്ട്. മെയിനായിട്ട് സെയിലാണ്. നമ്മളിവിടെ ആനകളാണെങ്കിൽ നമ്മൾ റെന്റിന് നമ്മൾ കൊടുക്കണം. എങ്ങനെയാ നമുക്കിന് റേറ്റ് വരുന്നതൊക്കെ? ഇപ്പൊ റേറ്റ് അതിന് കസ്റ്റമൈസ്ഡാണ്. ഇപ്പൊ ഒരു മെക്കാനിക്കൽ ആന തന്നെ 7.5 അടിയുടെ 3 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 6 ലക്ഷം 8 ലക്ഷം രൂപ വരെയാണ് ആനകളുണ്ട്. അതിന്റെ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. നമുക്കിപ്പോ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയ അത് ആഫ്രിക്കൻ എലിഫന്റ് ഈ കാണുന്നത് അല്ലേ? ഈ കാണുന്ന ക്രേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയാണ്. അത് സ്റ്റില്ലാണ്. അതിനകത്ത് മെക്കാനിക്സ് ഉണ്ട്. അത് ഏകദേശം ഒരു 6 ലക്ഷത്തിന് മേലെ എന്തായാലും വരും. അതിന്റെ ഇത് ഫുള്ളായി തീരുമ്പോലെ ഇതിപ്പോ കഴിഞ്ഞ ഫുൾ ഇത് എത്ര നാളുകൊണ്ട് കഴിയുന്നേ? ഇതിപ്പോ ഞങ്ങൾ തിന്നിക്ക് വേണ്ടിട്ട് ചെയ്തേക്കുന്നത്. തിന്നിയിലേക്ക് ഉള്ള ഒരു ഓർഡറാണ്. ക്രേഗ് എന്ന് വന്നിട്ട് ലൈവായിട്ടുള്ള എന്റെ ആനയായിരുന്നു. അപ്പൊ അത് വെച്ച് അപ്പൊ അതിന്റെ ഒരു റെപ്ലിക്കമാതിരി നമ്മൾ മെക്കാനിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ചെയ്ത് കൊടുത്തു കഴിഞ്ഞതാണ്. സ്റ്റാഫുകൾ പറയണത് ഞങ്ങള് 4 പേര് വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. അതിന്റെ കൂടെ നമ്മള് പെർമനന്റ് സ്റ്റാഫായിട്ട് ഒരു 3-4 പേര് നമ്മൾ ഈ കോൺട്രാക്ട് ചെയ്യണവരൊക്കെ ആയിട്ടാണ് ഉണ്ട്. ഇതിന് മെറ്റീരിയൽ പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഫൈബർ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. ഫൈബർ മെറ്റീരിയൽ, പിന്നെ റബ്ബർ, പിന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന മോട്ടറുകള് മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്നത് ആന മാത്രമല്ല കേട്ടോ, നമ്മൾ എല്ലാവരും വർക്കുകളും നമ്മൾ ചെയ്യുന്നത്. ആന എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ആനയ്ക്ക് ഓർഡറുള്ളപ്പോ ആന ചെയ്യും. അതല്ലാതെ നമ്മൾ കുഞ്ഞി മറ്റേ മുതല അങ്ങനെയുള്ള പല മെക്കാനിക്സ് ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ആനകൾ 2 അടി തൊട്ടുള്ള ആന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 അടി തൊട്ട് ഏകദേശം 11 ആപ്പിൾ വരെ നമുക്ക് സ്റ്റില്ലും ഏറ്റവും ടോപ്പ് 11 അടി വരെ അല്ലേ? സ്റ്റില്ലാണെങ്കിൽ മെക്കാനിക്സ് ആണെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യും. റോബിൻ ചേട്ടൻ, നമുക്ക് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോകണം എങ്ങോട്ടാ? മിഡിൽ ഈസ്റ്റ് അല്ലേ? അതുകൊണ്ട് യൂറോപ്യൻ കൺട്രി, പിന്നെ UK പോയിട്ടുണ്ട്, അമേരിക്ക പോയിട്ടുണ്ട്. കൂടുതലായിട്ട് പോണത് മിഡിൽ ഈസ്റ്റ് ഭാഗത്ത്. അത് കൂടാണ്ട് ഈ UN മാനേജ്മെന്റ് പോലെ ഫോറിൻ ക്രിയേറ്റർ വേണ്ടിയുണ്ട്. ദുബായ് പുറം പോലുള്ള സിംഗപ്പൂര് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പോവാനിരിക്കുന്നുണ്ട്. UK-ക്കും കെനിയക്കൊക്കെ പോവാനിരിക്കുന്നുണ്ട്. പിന്നെ മൗറീഷ്യസ് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇതിനെ പ്രത്യേകിച്ച് സീസൺ ഒന്നും ഇല്ല, എപ്പോഴും നമുക്ക് ആവശ്യക്കാർ തന്നെയാണ് അല്ലേ? ഓൾറെഡി ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ശരി, നല്ല കാര്യം. സീസൺ നമുക്ക് തോന്നിയില്ലേ? ചെറിയ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ വെച്ചു തന്നെ ഈ ഒരു സ്ഥാപനവും ഇവിടുത്തെ വിശേഷങ്ങളും അറിയാൻ സാധിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ ഈ വീഡിയോ കാണുന്നവരും ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യുന്നതും നന്നായിരിക്കും. പ്രശാന്തേട്ടൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള അനിമൽ, അത് ചെറുതോ വലുതോ ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടാനുസരണം അവയെ ഇവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം.